കഴിഞ്ഞ എപ്പിസോഡുകൾ കണ്ടിട്ട് നിങ്ങൾ പങ്കുവച്ചിട്ടുണ്ടായിരുന്ന കുറേ ആശങ്കകളും സംശയങ്ങളും ഞങ്ങൾ വായിക്കുകയുണ്ടായി. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് പലർക്കും കുട്ടികളുടെ കാര്യത്തിൽ ആശങ്കകളുണ്ട്. ആ ആശങ്കകൾ നിലനിൽക്കുന്നിടത്തോളം കാലം ഏറ്റവും നല്ലത് തൊട്ടടുത്തുള്ള ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആരാണോ അവരെ ഒന്ന് കാണിച്ച് അവരുടെ അടുത്തിൽ നിന്ന് നിങ്ങൾക്ക് ശാസ്ത്രീയമായിട്ടുള്ള ഒരു അറിവ് കിട്ടും. അപ്പോൾ അതിലൂടെ നിങ്ങളെ ആശങ്കകളെ ദൂരീകരിക്കുന്നതായിരിക്കും ഒന്നും കൂടെ എളുപ്പമായിട്ടുള്ളത്. വരും എപ്പിസോഡുകളിൽ നിങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ഒരുപാട് സംശയങ്ങൾക്ക് ഉത്തരവുമായിട്ട് വരുന്നതാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പ്രതിപാദിച്ച പോലെ ചില ഗാർഹികമായിട്ടുള്ള അന്തരീക്ഷങ്ങൾ എങ്ങനെ കുട്ടികളിൽ പ്രതിഫലിക്കുന്നു എന്നതിന് ഉദാഹരണമായിട്ടുള്ള ഒരു കഥ ഞാൻ പറയാം. 10 വയസ്സായിട്ടുള്ള പെൺകുട്ടിയാണ്. അപ്പോൾ അവൾ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഗ്രാമത്തിലുള്ളൊരു സ്കൂളിലാണ്. അവളുടെ പ്രശ്നം എന്താണെന്നാണ് പറയുന്നതെന്ന് വെച്ചാൽ, സ്ഥിരമായിട്ട് സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ അവൾ ഈ അടുത്ത കാലത്തായിട്ട് തല കറങ്ങി വീഴുകയാണ്, ബോധം പോവുകയാണ്. എന്നിട്ട് ചുറ്റുമുള്ള എല്ലാവരും ഓടിക്കൂടുന്നു, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ നിരന്തരമായിട്ടിത് വന്നപ്പോഴത്തേക്കും വീട്ടിലുള്ളവർക്ക് ഭയങ്കര പേടി വരാൻ തുടങ്ങി, എങ്ങനെയാണ് അവളെ സ്കൂളിലേക്ക് വിടുക എന്നുള്ളത്. അതുപോലെ തന്നെ സ്കൂളുകാർക്കും ഇവളെ തലകറങ്ങി വീഴുന്നു, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു. ഇത് നിരന്തരം ആവർത്തിക്കുന്ന ഒരു പാറ്റേണായി മാറിയപ്പോൾ സ്കൂളുകാർക്കും അത് ഭയങ്കര ബുദ്ധിമുട്ടായി മാറുകയുണ്ടായത്. അങ്ങനെയായപ്പോൾ നന്നായിട്ട് പഠിക്കാൻ സമർത്ഥയായിട്ടുള്ള ഒരു കുട്ടിയായിരുന്ന ഈ കുട്ടി ഇത്തരം രീതിയിലുള്ള ഒരു പ്രശ്നം പ്രസൻറ്റ് ചെയ്തപ്പോൾ സ്കൂളുകാർക്കൊക്കെ വളരെയധികം നിരാശ അനുഭവിക്കുകയുണ്ടായി, എന്താണ് അവൾക്ക് പറ്റിയത് എന്നുള്ള കാര്യത്തിൽ. അങ്ങനെയാണ് അവർ ഒരുവിധം എല്ലാവിധ പീഡിയാട്രീഷ്യൻസ്, എല്ലാവിധ ഡോക്ടേഴ്സിനെയും കണ്ടിട്ടുണ്ട്. എന്നിട്ട് എന്താണ് പ്രശ്നം എന്നുള്ളത് ഒരുവിധം എല്ലാവിധ ടെസ്റ്റുകളും അവൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. എവിടെയും ഒരു പ്രശ്നവും കണ്ടില്ല. അവർ ഭീകരമായ എന്തോ പ്രശ്നമുണ്ടായിരിക്കാം. പാരൻസ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് എന്തെങ്കിലും വല്ല ബ്രെയിൻ ട്യൂമറാണോ, അങ്ങനെ വലിയ ഭീകരമായിട്ടുള്ള അസുഖമായിരിക്കുമോ എന്നൊക്കെ പേടിച്ച് കുട്ടിയും പേടിക്കുന്നുണ്ട്, വീട്ടിലുള്ളവരും പേടിക്കുന്നുണ്ട്. അപ്പോൾ നിരന്തരം ഇങ്ങനെ കാണിച്ചിട്ടും ടെസ്റ്റുകളൊന്നും ചെയ്തിട്ട് ഒരു മാറ്റവും കാണാതെ വന്നപ്പോൾ അവർ വിചാരിച്ചു സ്കൂളിലെ ടീച്ചേഴ്സുമായിട്ടൊന്ന് സംസാരിക്കുക, എന്താ അതിനൊരു പോം വഴി, സ്കൂൾ നിർത്തണോ, സ്കൂൾ മാറ്റണോ, എന്തെങ്കിലും വഴികളുണ്ടോ എന്നൊക്കെ സംസാരിക്കുന്നതിനിടയിലാണ് അവരുടെ അധ്യാപകരെല്ലാവരും കൂടെ പറഞ്ഞത്, നിങ്ങളൊന്ന് അവസാനമായിട്ട് ഒരു കാര്യവും കൂടെ ചെയ്യൂ, ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ ഒന്ന് കാണിച്ചു നോക്കൂ. അങ്ങനെയാണ് അവൾ നമ്മളുടെ അടുത്തേക്ക് എത്തുന്നത്. അപ്പോൾ നിരന്തരം വീഴ്ചകളുടെ കഥയായിട്ട് അവൾ നമ്മുടെ അടുത്ത് വന്നിട്ട് പറയും, എനിക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, നല്ല ജോലി കിട്ടണമെന്നും ആഗ്രഹമുണ്ട്, ഒന്നും പറ്റുന്നില്ല, എനിക്ക് ഇതാണ് പ്രശ്നം, എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് രക്ഷപ്പെടുത്തുമോ എന്നാണ് അവൾ ചോദിക്കുന്നത്. അപ്പോൾ അവളാണെങ്കിൽ പ്രായത്തേക്കാളും വലിയ ബുദ്ധിയുള്ള കുട്ടിയാണ്. കുറേ കാര്യങ്ങളെക്കുറിച്ച് അവൾക്ക് വ്യക്തമായ ധാരണകളുണ്ട്. പത്രമൊക്കെ സ്ഥിരമായി വായിക്കും, അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ അവൾ പറയുന്നത്, ഇതെനിക്ക് വല്ല ഭീകരമായിട്ടുള്ള അസുഖമായിരിക്കുമോ, ചികിത്സിച്ചാൽ മാറുമോ, എനിക്ക് എൻ്റെ സ്വപ്നത്തിലേക്കൊക്കെ എത്താൻ പറ്റുമോ എന്നൊക്കെ നമ്മളോട് ഇങ്ങനെ ഓരോ സെഷൻസിലോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവളുമായിട്ട് ബന്ധം സ്ഥാപിക്കലാണ് ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ ശ്രമിച്ചത്. ബന്ധം സ്ഥാപിച്ച് അവളുടെ പ്രശ്നത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ എന്താണ് അവളുടെ വീട്ടിൽ നടക്കണത്, എന്താണ് അവളുടെ മനസ്സിൽ നടക്കണത്, എന്താണ് അവളുടെ സ്കൂളിൽ നടക്കണത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലേക്കും നമ്മൾ അവളെ കൂടെ ഇങ്ങനെ പോവുകയാണ്. അപ്പോഴാണ് അവൾ ഓരോ കാര്യങ്ങളും നമ്മളെടുത്ത് ഇങ്ങനെ പറയുന്നത്. ചില കാര്യങ്ങൾക്ക് അവൾക്ക് പറയാൻ വാക്കുകളൊന്നും കിട്ടുന്നില്ല. വീട്ടിലെന്താ നടക്കണത്, അങ്ങനെ പോകുന്നു, സ്കൂളിലെന്താ, ഞാൻ നന്നായിട്ട് പഠിക്കും, പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടും, ദിവസം പോകുന്നില്ല സ്കൂളിൽ, പക്ഷേ എങ്ങനെയെങ്കിലുമൊക്കെ മാർക്ക് കിട്ടും, ആ രീതിയിൽ അവളിങ്ങനെ പറയുക. പിന്നെ അവളിങ്ങനെ ചിത്രങ്ങളൊക്കെ വരയ്ക്കുന്നതിൽ താല്പര്യം പറഞ്ഞപ്പോൾ പിന്നെ അവളോട് ചിത്രം വരയ്ക്കാൻ പറയുകയാണ് നമ്മൾ. ആ ചിത്രം ഇങ്ങനെ വരയ്ക്കുമ്പോൾ അവൾ വരച്ച ചിത്രം എന്താണെന്ന് വെച്ചാൽ, ഒരു വീട്, അതിലൊരു കുട്ടിയും അമ്മയും മാത്രമായിട്ടിരിക്കുന്ന ചിത്രം. അപ്പോൾ അവളോട് ചോദിക്കുകയാണ്, അതെന്താ ഇങ്ങനെ ഒരു ചിത്രം വരച്ച, ഈ വീട്ടിലപ്പോൾ വേറെ ആരും ഇല്ലേ എന്ന് ചോദിച്ചപ്പോൾ വെറുതെ അവളോട് നമ്മൾ സംസാരിക്കുമ്പോൾ
അവളുടെ അടുത്തുനിന്ന് ആ ഭാഗം ഒന്ന് ചോദിച്ചെടുത്തപ്പോൾ അവൾ പറയുന്നത് അച്ഛനുണ്ട്, പക്ഷെ അച്ഛൻ പുറത്തു പോയതാണ് എന്നുള്ളത്. അപ്പം കൂടുതൽ അവളോട് വീട്ടിലെ കാര്യങ്ങളുടേക്ക് നമ്മളിങ്ങനെ കടന്നപ്പോഴാണ് മനസ്സിലാവുന്നത് ആ നാട്ടിലെ ഏറ്റവും സമ്പന്നരായ ഒരു കുടുംബമാണ് അവളുടെ കുടുംബം. അപ്പം അച്ഛൻ രാവിലെ ജോലിക്ക് പോകുന്നു, വൈകിട്ട് വീട്ടിലേക്ക് വരുന്നു. ജോലി എന്ന് പറയുന്നത് ബിസിനസ് കാര്യങ്ങളൊക്കെയാണ്. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ കുറേ വൈകും. അവൾ അധികം കാണാറ് പോലുമില്ല അവൾ അച്ഛനെ നേർക്ക് നേരെ സംസാരിക്കാൻ. അപ്പോൾ അച്ഛൻ്റെ കാര്യത്തിൽ നിന്ന് അവൾക്ക് കിട്ടുന്ന ആകെ അറിവ് എന്താണെന്ന് വെച്ചാൽ, അവൾ കാണുന്ന അച്ഛൻ അമ്മയെ വൈകിട്ട് വന്നിട്ട് രാത്രി കുറേ വൈകിട്ട് വന്നിട്ട് അമ്മയെ അടിക്കുകയും ചീത്ത പറയുകയൊക്കെ ചെയ്യുന്ന ആ ഒരു അച്ഛനെയാണ് അവൾക്കറിയുന്നത്. അപ്പോൾ അവൾ ആ ചിത്രത്തിലേ അച്ഛനെ ഒഴിവാക്കിയിട്ടുണ്ട്. അവൾ ആ ചിത്രത്തിലൊന്നും അച്ഛനെ പറ്റിയിട്ടൊന്നും പറയുകയൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ അവളെ കഥയിൽ അവൾ പറയുമ്പോൾ വീട്ടിൽ അച്ഛനുണ്ട്, പക്ഷെ അച്ഛൻ രാവിലെ പോയി തിരിച്ചു വരും. അച്ഛനെയും അമ്മയെയും നമ്മൾ വേറെ വേറെ കാണുകയാണ് പിന്നീടുണ്ടായത്. അപ്പോഴാണ് അമ്മയുടെ സ്റ്റോറി പുറത്തേക്ക് വരുന്നത്. അമ്മ സിവിയർലി ഡിപ്രസ്ഡ് ആണ് എന്നുള്ളത്. അതായത് അമ്മ കഠിനമായ വിഷാദരോഗം അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് അപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നീടുള്ളൊരു വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അച്ഛൻ സ്ഥിരം മദ്യപിക്കുന്ന ഒരു മദ്യപാന രോഗി തന്നെയാണ്. സ്ഥിരം മദ്യപാനം ഉണ്ട്, അതുപോലെ മദ്യപിക്കാതെ അദ്ദേഹത്തിന് പറ്റില്ല എന്ന രീതിയിലുള്ള ഒരാളാണ്. അപ്പോൾ മദ്യപിച്ച് വരുമ്പോൾ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ അമ്മയ്ക്കത് ഇഷ്ടപ്പെടാതെ വരികയും അമ്മ എന്തെങ്കിലും കയർക്കുകയും അച്ഛൻ്റെ അടുത്ത് പറയും. അപ്പോൾ അവിടെ വാദപ്രതിവാദങ്ങളാകും, തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടികളും ഒക്കെ നടക്കുന്നതാണ് കുട്ടി ഉറക്കത്തിലുണർന്ന് കാണുന്നത്. അപ്പം ഈ രീതിയിൽ രാവിലെ അവൾ സ്കൂളിൽ പോകുന്ന സമയത്ത് അച്ഛൻ വീട്ടിൽ നിന്ന് പോവാറില്ല. അച്ഛൻ കുറച്ചും കൂടി അവൾ സ്കൂളിൽ പോയതിന് ശേഷമുള്ള സമയത്താണ് അച്ഛൻ പോവാറുള്ളത്. അപ്പോഴത്തേക്കും അച്ഛൻ ഉണരാറില്ല. അങ്ങനെ അവൾ സ്കൂളിൽ പോകുമ്പോൾ ഉള്ള സമയം അവൾ അമ്മയെ കാണുമ്പോൾ അമ്മ വളരെ വിഷമത്തിലിരിക്കുന്ന ഒരു മുഖത്തോടെയാണ് അവളെ യാത്രയാക്കുക. അവിടെ നമ്മൾ അവളുടെ അടുത്ത് കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. എന്താണ് അവൾക്ക് അമ്മയെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ളത്, അച്ഛനെക്കുറിച്ചുള്ള കാര്യങ്ങൾ എന്താണ്, അമ്മയെക്കുറിച്ചുള്ള ആശങ്കകൾ എന്താണ്, അച്ഛനെക്കുറിച്ചുള്ള ആശങ്കകൾ എന്താണ് എന്നൊക്കെ. അപ്പോൾ നോക്കുമ്പോൾ അവൾക്ക് വളരെ വലിയൊരു പേടി അവളുടെ ഉള്ളിലുണ്ട്. അവൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ വീണ്ടും അച്ഛൻ ഉണർന്ന് അമ്മയെ അടിക്കുമോ എന്നാണ്. അപ്പോൾ ആ പേടി അവളുടെ മനസ്സിലിങ്ങനെ സ്കൂളിലേക്ക് പോകുമ്പം ഇങ്ങനെ ഉണ്ട്. പക്ഷെ അത് ഫ്രണ്ട്സിൻ്റെ അടുത്തോ ആരുടെ അടുത്തും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളൊരു ഭാഷ അവൾക്ക് വന്നിട്ടില്ല. അവളുടെ പ്രായവും ഇതെല്ലാം വെച്ചിട്ട് കുട്ടികളുടെ കാര്യത്തിൽ അങ്ങനെയാണ്. അവരുടെ എല്ലാ വൈകാരിക അവസ്ഥകളൊന്നും അവർക്ക് അതേപടി നമ്മളെപ്പോലെ വലിയ ആളുകളെ പോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. പക്ഷെ അവൾ എന്നെ വേഗം വീട്ടിലെത്തിക്കൂ എന്നുള്ളതിൻ്റെ ഒരു ഭാഷയായിട്ടാണ് ശരിക്കും ആ വീഴ്ച ഉണ്ടായിരുന്നത്. അപ്പോഴാണ് അവൾ പറയുന്നത്, അവൾ ആ വീണ് കഴിഞ്ഞ് ബോധപൂർവം വീണതൊന്നല്ല. അവൾ വീണാൽ പക്ഷേ കംപ്ലീറ്റ്ലി അവൾക്ക് ചുറ്റുള്ളതൊന്നും ബോധം പോകുന്നില്ല, അറിയുന്നുണ്ട്. ആരൊക്കെ വരുന്നു പോകുന്നു എന്നുള്ളതൊക്കെ അറിയുന്നുണ്ട്. പക്ഷെ അവൾക്ക് എഴുന്നേറ്റ് നടക്കാനോ ഒന്നും ചെയ്യാനോ ഒന്നും പറ്റുന്നില്ല. കണ്ണടച്ച് അങ്ങനെ കിടക്കുന്നൊരു ഇതാണ്. അപ്പോൾ ആ വീഴ്ചകളുടെ എണ്ണം കുറയ്ക്കുക എന്നുള്ളതിലേക്കാണ് ഞങ്ങൾ ആദ്യം ഫോക്കസ് ചെയ്തത്. അവിടെ നന്നായി പാട്ടുപാടും ഡാൻസ് ചെയ്യും ഒക്കെ ചെയ്യുന്ന കുട്ടിയാണ്, അതുപോലെ പഠിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ കൂടുതൽ നമ്മൾ പ്രോത്സാഹനം നടത്തി വീഴ്ചയുടെ എണ്ണം കുറയ്ക്കുന്നതിനെ അവളെ പ്രോത്സാഹിപ്പിച്ചു. അപ്പോൾ ഈ ആഴ്ച ഒരു ദിവസവും ഓരോ തവണ വീണിരുന്ന കുട്ടി ഈ ആഴ്ചയിൽ 2 തവണ വീണുള്ളൂ അല്ലെങ്കിൽ 3 തവണ വീണുള്ളൂ എന്നുള്ള രീതിയിൽ എണ്ണം കുറച്ച് കൊണ്ടുവന്ന് വീഴ്ചയേ ഇല്ലാതെ വരുമ്പോൾ അവൾക്ക് അതിനുള്ള പ്രോത്സാഹനവും ആയിട്ടാണ് നമ്മളിതിനുള്ള മറ്റു രീതിയിലുള്ള മാനേജ്മെൻറ്റ് ചെയ്തത്. പക്ഷേ പാരൻസിനെ നമ്മൾ ഒരുമിച്ചിരുത്തി കണ്ട്, രണ്ടുപേരെയും വേറെ വേറെ കണ്ട്, അങ്ങനെ അവർ തമ്മിലുള്ള ഒരു രമ്യതയിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് സെഷൻസ് വേണ്ടി വന്നു. അതിനോടൊപ്പം അമ്മയുടെ ഡിപ്രഷൻ ട്രീറ്റ്മെൻറ്റ് നടത്തുന്നതിൻ്റെ കാര്യത്തെക്കുറിച്ചും അതിൻ്റെ സീരിയസ്നെസ്സിനെ കുറിച്ചും നമ്മൾ ചർച്ചകളിലേക്ക് പോയി.
അച്ഛനും അമ്മയും രണ്ടുപേരുടെയും ട്രീറ്റ്മെൻറ്റിന് റെഡിയായി. അച്ഛൻ്റെ മദ്യപാന രോഗത്തിൻ്റെയും അതുപോലെ അമ്മയുടെ ഡിപ്രഷൻ്റെയും ട്രീറ്റ്മെൻറ്റിന് റെഡിയായി. പിന്നീടുള്ളത് കാണുന്നത് അമ്മ നല്ല വിദ്യാഭ്യാസമുള്ളൊരു സ്ത്രീ ആയിരുന്നു. അപ്പോൾ അമ്മ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഡിപ്രഷനിൽ നിന്ന് ഇങ്ങനെ പുറത്തു വരാൻ തുടങ്ങിയപ്പോൾ ജീവിതത്തിലെ സന്തോഷങ്ങളൊക്കെ അനുഭവിക്കാൻ തുടങ്ങുമ്പോൾ ആൾ മനസ്സിലാക്കുന്നത് സ്വന്തമായി ഇത്രയും വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ, അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് ജോലിക്ക് പോയിക്കൂടാ. അങ്ങനെ അമ്മയും ജോലിക്ക് പോകുന്നു, അച്ഛൻ്റെ ബിസിനസ്സിന് പോകുന്നു. മദ്യപാന രോഗം കംപ്ലീറ്റ്ലി അച്ഛൻ്റെ മാറി. ഈ കുട്ടി പിന്നീടുള്ള യാത്രയിൽ ഓരോ ഇതിലും വീഴ്ചകളേ ഉണ്ടായിട്ടില്ല അവൾക്ക്. ഇടയ്ക്ക് അവൾ വന്നിട്ട് പറയാറുണ്ട്, ഞാനും ഇടയ്ക്ക് ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ അവൾ വന്നിട്ട് പറയും ഇങ്ങനെ ഇപ്പം ഞാൻ വീഴാറില്ല എന്നുള്ളത്. പിന്നീട് അവളുടെ ലക്ഷ്യങ്ങളും എങ്ങനെ ആ ലക്ഷ്യത്തിലേക്ക് എത്തണം എന്നുള്ളതിനെക്കുറിച്ചും എന്തൊക്കെ ബുക്കുകളാണ് ഇനി വായിക്കേണ്ടത്, ഓരോ പ്രായത്തിനും വായിക്കേണ്ട ബുക്കുകൾ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവൾ ചർച്ചകളിലേക്ക് കൊണ്ടുവരുമായിരുന്നു പിന്നീടുള്ള ദിവസങ്ങളിൽ. പിന്നെ അവൾ ക്ലാസ്സിൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള, ആദ്യമേ അങ്ങനെയായിട്ടുള്ള കുട്ടിയാണ്, അങ്ങനെ തന്നെ പഠനം അങ്ങനെ പോകുന്നു. പക്ഷേ അവൾക്ക് ഏറ്റവും സന്തോഷകരമായിട്ടുള്ളൊരവസ്ഥ എന്താണെന്ന് വെച്ചാൽ അവൾ പറയാറുള്ളത് ഇപ്പോൾ എനിക്ക് എൻ്റെ അച്ഛനെയും അമ്മയും തിരികെ കിട്ടി എന്നുള്ള വാക്കാണ്. അപ്പോൾ അവൾ ലക്ഷ്യത്തിലേക്ക് പോകാൻ ഒരുപക്ഷെ അച്ഛനും അമ്മയും എല്ലാവരും കൂടെ നിൽക്കുമ്പോൾ കുറച്ചും കൂടി അത് എളുപ്പമായിരിക്കുമല്ലോ. ഇതാണ് അവളുടെ കഥ. അപ്പോൾ ഇനി ഞാൻ അടുത്ത എപ്പിസോഡിൽ നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്ന കഥ, വീട്ടിൽ കുട്ടികൾ ചില കാര്യങ്ങളിൽ തുറന്ന് പറയാൻ ബുദ്ധിമുട്ടുന്നത് മൂലം ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ്. സെക്സ് എഡ്യൂക്കേഷനും മറ്റും ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ ഇത്തരം കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് നമ്മുടെ കുട്ടികളുടെ ഭാവിക്ക് വളരെ ഉചിതമായിരിക്കുമെന്ന് തോന്നുന്നു.